കേതലിന് മാനസിക രോഗമുണ്ടെന്നത് പച്ചക്കള്ളം, വിധി ഉടൻ. നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ പ്രതിയായ കേതൽ ജിൻസൺ രാജയുടെ ശിക്ഷാവിധിയിന്മേലുള്ള അന്തിമവാദം അവസാന ഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പബ്ലിക് പ്രോസിക്യൂട്ടർ ദിലീപിന്റെയും അന്വേഷണ ഉദ്യോഗസ്ഥനായ ടിനിലിന്റെയും വാക്കുകൾ കേൾക്കുക. പ്രതിയുടെ ഭാഗത്ത് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായിട്ടുള്ളത് ആദ്യമായി പ്രതിയുടെ വായിൽ നിന്ന് തന്നെ വരുന്നത് നമുക്കറിയാം. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് 7 ദിവസത്തോളം കസ്റ്റഡിയിലുണ്ടായിരുന്നു. ആ പ്രതിയുടെ സ്റ്റേറ്റ്മെന്റിനെ, കൺഫെഷൻ സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്ത് ആവശ്യത്തിനുള്ള ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന്റെ ഭാഗത്തു നിന്നും പല കാര്യങ്ങളും കണ്ടെത്തുകയും ആയുധങ്ങൾ കണ്ടെത്തുന്നു. പ്രതി പെട്രോൾ വാങ്ങിച്ചതും ഈ കടകളിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ച് ഈ തെളിവ് നശിപ്പിക്കാനായിട്ട് സാധനങ്ങൾ വാങ്ങിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രതിയുടെ കുറ്റസമ്മത മൊഴിയിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത സമയത്തും ഈ 7 ദിവസങ്ങളിലും പ്രതിയുടെ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ടായിരുന്ന 7 ദിവസങ്ങളിലും മാനസിക പ്രശ്നങ്ങളുള്ള തരത്തിലുള്ള യാതൊരു രീതിയിലുള്ള തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഡോക്ടർ മോഹൻ റോയിയെ പ്രതിയെ അറസ്റ്റ് ചെയ്ത സമയം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്ന് അത് ഇല്ല എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി മോഹൻ റോയിയുടെ സഹായം തേടിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും മാനസിക പ്രശ്നങ്ങളുണ്ട്, ചെറിയ രീതിയിലുള്ളതായിട്ട് കാണുന്നുണ്ടോ എങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിലും പ്രതി കുറ്റം ചെയ്ത രീതിയിലും അദ്ദേഹത്തിൻ്റെ ആ മോഡസ് ഓപ്പറാൻഡി പ്രിപ്പറേഷൻ, അത് ഏത് രീതിയിലാണ് കുറ്റകൃത്യം നടത്തിയത്, ഇതിൽ നിന്നൊന്നും മാനസിക പ്രശ്നങ്ങളുള്ള ഒരാൾ പെരുമാറുന്ന രീതിയിലല്ല അദ്ദേഹം പെരുമാറുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ എവിഡൻസും വന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ വരുന്ന സമയത്ത് ഒരു തരത്തിലും ഒരു സമയത്തും പ്രതിയുടെ ഭാഗത്തുനിന്നോ ഡിഫൻസിൻ്റെ ഭാഗത്തുനിന്നോ അതിനെ തർക്കിക്കുന്ന രീതിയിലുള്ള ഒരു ഇതും വന്നിട്ടില്ല. അതുപോലെ തന്നെ പ്രതിയുടെ ഇൻക്രിമിനേറ്റിംഗ് സർക്കംസ്റ്റാൻസസുകളെ കുറിച്ച് പ്രതിയോട് ചോദ്യം ചെയ്ത സമയത്തും പ്രതി വളരെ വ്യക്തമായിട്ടുള്ള മറുപടിയാണ് തന്നിരുന്നത്. അതുപോലെ തന്നെ പ്രതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് താൻ ഈ കൃത്യം നടന്നതായി പറഞ്ഞ 4-ാം തീയതി തൊട്ട് 8-ാം തീയതി വരെയുള്ള സമയത്ത് അദ്ദേഹം ഏതോ സ്ഥലത്ത് കറങ്ങി തിരിഞ്ഞ് നടക്കുകയായിരുന്നു. അത് തമിഴ്നാട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. നടക്കുകയായിരുന്നെന്നും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇപ്രകാരം ഒരു വലിയൊരു പ്രശ്നം വീട്ടിൽ നടന്നതായിട്ട് എനിക്ക് മനസ്സിലായപ്പോഴും ഞാൻ ഈ നാട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ആസ്ട്രൽ പ്രശ്നമോ മാനസിക പ്രശ്നങ്ങളോ അതിനെക്കുറിച്ചൊന്നും തന്നെ യാതൊരു രീതിയിലും ഒരു ഡിസ്കഷൻ പോലും ഇല്ലാത്ത രീതിയിലാണ് നമ്മുടെ ഈ വിധിന്യായം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും പ്രതിയെ 302 അത് കൊലപാതകം, അത് 4 കൗണ്ടുള്ളതിനാണ് സാധ്യത. 4 പേരെ കൊന്നതിന് 4 കൗണ്ടായിട്ട് 302 ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 436 വീട് തീവച്ച് നശിപ്പിച്ചതിനും പിന്നെ 201 എവിഡൻസ് നശിപ്പിച്ചതിനും ഈ 3 കുറ്റത്തിനാണ് ഇപ്പോൾ പ്രതിയെ കുറ്റക്കാരനാണെന്ന് കണ്ടിട്ടുള്ളത്. നാളെ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് വേണോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു ഡിസ്കഷൻ ആയിരിക്കും നാളെ വരുന്നത്. അപ്പോൾ അതിനുശേഷം സബ്സിക്വൻ്റ് ആയിട്ട് വിധിയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുള്ളൂ. ഇതിനകത്ത് ഇപ്പോൾ മോട്ടീവായിട്ട് പ്രതിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഒരു ഡിഫൻസ് എവിഡൻസ്, അതായത് പ്രതി ഈ ജയിലിനകത്ത് വെച്ച് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത് 7 ദിവസം, ഞാൻ നേരത്തെ പറഞ്ഞില്ല 7 ദിവസം യാതൊരു പ്രശ്നമില്ലായിരുന്നു. അതിനുശേഷം 24-ാം തീയതിയാണ് ആദ്യമായിട്ട് ജയിലിനകത്ത് വെച്ചൊരു പ്രശ്നം ഉണ്ടാകുന്നത്. ഈ സഹതടവുകാരനെ ആക്രമിക്കുന്ന രീതിയിൽ കാണിച്ചതിന് ശേഷമാണ് ഇദ്ദേഹത്തെ ചികിത്സയ്ക്കായി പോകുന്നത്. അപ്പോൾ ഈ ചികിത്സ നടന്ന സമയത്ത് ആ ഡോക്ടറിൻ്റെ എവിഡൻസ് കോടതിയിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അച്ഛനോടുള്ളൊരു വിരോധമുണ്ട്, അച്ഛനോട് പലതരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അച്ഛൻ റിട്ടയർമെൻറ്റിന് ശേഷം അമിതമായി മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, ഇദ്ദേഹത്തെ ധാരാളമായി ശകാരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളും അമ്മയോടും മറ്റുള്ള ഫാമിലി മെമ്പേഴ്സിനോട്. അപ്പോൾ ഇതിനകത്ത് ഇലക്ട്രോണിക് എവിഡൻസ് നോക്കിക്കഴിഞ്ഞാൽ പല സമയത്തും ഇവർ തമ്മിൽ തന്നെ സംസാരിക്കുന്നത് വളരെ ചുരുക്കമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. വെച്ചാൽ ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കുന്നത് പോലും മെസ്സേജസിലൂടെയാണ് കാണുന്നത്. അപ്പോൾ ആ ഫാമിലി ബോണ്ടിങ് ഇല്ലാത്തൊരു സർക്കംസ്റ്റൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ഡോക്ടറിൻ്റെ എവിഡൻസിൽ ഈ പ്രതി തന്നെ ആ ഒരു കുറ്റസമ്മതം നടത്തിയതായിട്ട് പറയുന്ന ആ പോർഷനിൽ കാണുന്നത് ഈ വീട്ടുകാരോടുള്ളൊരു വൈരാഗ്യം തന്നെയാണ് മോട്ടീവായിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇല്ല, വേറെ കോടതിയുടെ ഭാഗത്തുനിന്ന് വേറെ നിരീക്ഷണങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ ഫൗണ്ട് ഗിൽറ്റി ഇല്ല, ഒന്നുമില്ല. 302, 436, 201. തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് കേരള പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ടീം ലെഡ് ബൈ KE ബൈജു സാർ. ഈ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് വരുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടിയാണ് ഒരു കേസ് പ്രൂവ് ചെയ്യുന്നതിനുള്ളത്. ആ ചെയിൻ ഓഫ് സർക്കംസ്റ്റാൻസ് നമ്മൾ കൃത്യമായ രീതിയിൽ ആ എവിഡൻസ് കളക്ട് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഒരു ഒത്തിണക്കത്തോടുള്ള ആ ഒരു പ്രകടനം നമുക്ക് കാണാൻ കഴിയും. എല്ലാ രീതിയിലും നല്ല രീതിയിൽ ആ എവിഡൻസ് കളക്ട് ചെയ്യുന്നതും ആ ഒരു മെറ്റീരിയൽ ഒബ്ജക്റ്റ് കളക്ട് ചെയ്യുന്നതായാലും ഓരോരുത്തരുടെ ആൾക്കാരുടെ ഒക്കുലർ എവിഡൻസ് കളക്ട് ചെയ്യുന്നതായാലും അങ്ങനെയുള്ള ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ആ ഒത്തിണക്കത്തോടുകൂടി ആ ചെയിൻ ഓഫ് സർക്കംസ്റ്റാൻസ് ഒരു രീതിയിൽ ചെയിനിലൊരു ബ്രേക്ക് വരാത്ത രീതിയിലുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ പ്രോസിക്യൂഷന് ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിന് സാധിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഭാഗത്തു നിന്നും ആ കോടതിയിൽ ആ എവിഡൻസ് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് ആ ഒരു ചെയിൻ ഓഫ് സർക്കംസ്റ്റൻസ് പ്രൂവ് ചെയ്യുന്നതിന് നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. റയറസ്റ്റ് ഓഫ് റയർ എന്നുള്ളൊരു സ്റ്റാൻഡിൽ തന്നെയായിരിക്കും പ്രോസിക്യൂഷൻ നിൽക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇത് ബാക്കിയെല്ലാം കോടതിയുടെ കൺസിഡറേഷനാണ്. ഇതിന് റയറസ്റ്റ് ഓഫ് റയർ ആണെങ്കിൽ പോലും
ചില സർക്കംസ്റ്റാൻസിൽ ആ ഒരു റീഫോം ചെയ്യാൻ പറ്റുമോ, തിരിച്ച് അയാളെ സൊസൈറ്റിയിലേക്ക് നല്ലൊരു മനുഷ്യനായി കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് അതിനകത്ത് കൺസിഡർ ചെയ്യാനുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ വരത്തേ ഉള്ളൂ. അതിനുശേഷം കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഈ റയറസ്റ്റ് ഓഫ് റയർ കേസ് ആണെങ്കിൽ പോലും ഇതിനകത്ത് ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും കോടതിയുടെ കൺസിഡറേഷനിലിരിക്കുന്ന കാര്യമാണ്. ഇതിനകത്തിപ്പം നമ്മുടെ സെക്ഷൻ 106 ബേർഡൻ ഓഫ് പ്രൂഫ്. അപ്പം അത് പ്രോസിക്യൂഷനാണ് കേസ് തെളിയിക്കേണ്ടതെന്നാണ് ജനറൽ പ്രിൻസിപ്പിൾ. അപ്പോൾ അതിനേക്ക് ഏറ്റവും അപ്സൈഡ് ഡൗൺ ആക്കുന്ന ഒരു സെക്ഷനാണ് 106. അതായത് എൻ്റെ വീടിനകത്ത് ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഞാൻ ആ വീട്ടിലുണ്ടായിരുന്നു എന്ന് പ്രോസിക്യൂഷനെ തെളിയിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ബേർഡൻ കേതലിന് വരുമായിരുന്നു. അപ്പം ഈ കേസിൽ ഇപ്പോൾ 1 സാക്ഷിയും 2, 3 എന്ന് പറയുന്ന കേതലിൻ്റെ 1 കേതലിൻ്റെ അങ്കിൾ, പിന്നെ 2 ജോലിക്കാരിയുണ്ട്, പിന്നെ പത്മകുമാർ എന്ന് പറഞ്ഞ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നത്. ഇവർ 4 പേരും കൃത്യമായിട്ട് കേതൽ ഈ 4-ാം തീയതി തൊട്ട് ഈ രാത്രി തീ എത്തുന്ന 8-ാം തീയതി രാത്രി വരെയുള്ള പ്രസൻസ് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ടാണ് ഇപ്പോൾ കേതലിൻ്റെ മേലിലേക്ക് ധാരാളം ബേർഡൻ വരികയും 106 ബേർഡൻ വരികയും പ്രതി പ്രൂവ് ചെയ്യണമെന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടുന്നൊരു സർക്കംസ്റ്റൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡിഫൻസിന് അത് എത്രത്തോളം സക്സീഡ് ചെയ്യാൻ പറ്റില്ല എന്നായിരിക്കും കോടതിയുടെ കണ്ടെത്തൽ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാന പ്രശ്നം ആദ്യം പിടിച്ചപ്പോൾ 8 വർഷങ്ങൾക്ക് മുമ്പ് പ്രതിയെ പിടിക്കുമ്പോൾ ചെന്നൈ പോയി തിരിച്ചു വരുന്ന പിടിച്ച് ചോദ്യം ചെയ്യുമ്പോൾ ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഒരു ആഭിചാര ക്രിയയിൽ ആകൃഷ്ടനാണ്, അങ്ങനെയാണ് ഈ കൊലപാതകങ്ങൾ ചെയ്തതെന്നുള്ള റൂമറുകൾ ആദ്യമുണ്ട്. പക്ഷേ ചാർജ് ഷീറ്റിൽ അത് വന്നിട്ടില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ടോ? മാനസിക പ്രശ്നങ്ങൾ എന്നുള്ള കാര്യം പ്രതി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഒരിടത്തും തന്നെ പുള്ളിക്ക് ഈ കൃത്യം നടത്തുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ മാനസിക പ്രശ്നം ഉണ്ടായിരുന്നെന്നും കോൺസിക്വൻസ് അറിയില്ലായിരുന്നും എങ്ങനെയോ ചെയ്തു പോകണമെന്ന് അങ്ങനെ ഒരു സ്റ്റാൻഡ് ഒരിക്കലും എടുത്തിട്ടില്ല. കാരണം അതിൻ്റെ ഈ ആസ്ട്രൽ പ്രൊജക്ഷനാണെന്ന് മാനസിക പ്രശ്നം ഉണ്ടോ എന്നുള്ള കാര്യം തന്നെ ആദ്യം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായി കെ ബൈജു സാറ് കൃത്യമായി അതിന് വേണ്ട പരിഹാരം കണ്ടെത്തിയിരുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹം അറസ്റ്റ് ചെയ്ത ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഈ ഡോക്ടർ മോഹൻ റോയുടെ സഹായം തേടുകയും അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഈ കേതൽ ആദ്യം ഈ ആസ്ട്രൽ പ്രൊജക്ഷനാണ് എന്ന് പറഞ്ഞ കാര്യം അത് ശരിയല്ല എന്ന് തെളിയിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് കഴിഞ്ഞിരുന്നു. അതിൻ്റെ ആ ഫസ്റ്റ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് ഞാൻ പറഞ്ഞത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണെന്നും ഈ ആദ്യമായിട്ട് പ്രതിയുടെ ഒരു കൺഫെഷൻ വരുന്നത്, ഈ കുറ്റകൃത്യം ചെയ്തിട്ടുള്ള കൺഫെഷൻ വരുന്നത് ഈ ഡോക്ടർ മോഹൻ റോയുടെ മുമ്പിലാണ്. ഏത് രീതിയിലാണ് കുറ്റകൃത്യം ചെയ്തതെന്നും എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് കൃത്യമായിട്ടും അദ്ദേഹത്തിന് മുമ്പിൽ കൺഫെഷൻ വന്നിട്ടുണ്ട്. ദൃക്സാക്ഷികളില്ല, ഏറ്റവും കൂടുതൽ ശാസ്ത്രീയ തെളിവാണ്. പ്രതി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നതിന് മെയിൽ ഓപ്പൺ ചെയ്ത ഉൾപ്പെടെയുള്ള തെളിവുകൾ. അതെ, അപ്പോൾ വളരെ പ്ലാൻഡ് മർഡർ ആണെന്ന് പ്രൂവ് ചെയ്യായിരുന്നു ആദ്യ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അത് നടന്നുല്ലേ? തീർച്ചയായിട്ടും ഇതൊരു പ്ലാൻഡ് മർഡർ ആയിട്ട് തന്നെയാണ്. കാരണം 4-ാം തീയതി തൊട്ട് തന്നെ പ്രിപ്പറേഷൻ തുടങ്ങി കഴിഞ്ഞിരുന്നു. ഈ 4-ാം തീയതി കടയിൽ പോയി മോപ്പും ക്ലീനിങ് സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുള്ള എവിഡൻസ് വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ കണ്ണ് വയ്യാത്ത അമ്മയെ കൊന്നതിന് ശേഷം പുള്ളിക്കാരൻ ഒരു പ്ലാസ്റ്റിക് കവറിലാണ് റാപ്പ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ആ കവർ വാങ്ങിക്കാൻ പോയത് അതിനിടയ്ക്കാണ്. 6-ാം തീയതി ഒരു ഹർത്താൽ ദിവസം ഏറ്റവും വലിയ കാര്യം അതാണ്, ഒരു നിസ്സഹായിട്ടുള്ള അതെ ഒരു സ്ത്രീയെ പോലും സ്പെയർ ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും ക്രൂവൽ ആയിട്ടുള്ള ഒരു ഇതായിട്ട് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഈ പെട്രോൾ വാങ്ങിക്കാൻ പോയതും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ആ കറക്റ്റ് പ്രിപ്പറേഷൻ എല്ലാ രീതിയിലും വന്നിട്ടുണ്ട്. പിന്നെ അയാളുടെ ഇൻറ്റൻഷൻ തീർച്ചയായിട്ടും അതും വന്നിട്ടുണ്ട്. പിന്നെ ഈ മർഡർ കമ്മിറ്റ് ചെയ്തതിന് ശേഷം ഈ ഡെഡ് ബോഡിയുടെ കൂട്ടത്തിൽ ആ റൂമിനകത്ത് കിടന്നുറങ്ങി ആഹാരം കഴിച്ചു അവിടെ നിന്നു. അറ്റ് ദ സെയിം ടൈം അയാൾ മറ്റുള്ളവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നു. പിന്നെ തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ അത്രയ്ക്കും സ്റ്റേബിളായിട്ട് അത്രയ്ക്കും പ്ലാൻഡ് ആയിട്ടുള്ളൊരു മർഡർ ആയിരുന്നു ഇത്. ഇതിലേറ്റവും പ്രധാനം ഈ ശിഥിലമായുള്ള ബന്ധങ്ങൾ, അതൊക്കെയായിരുന്നു പ്രധാനം. കാരണം ബന്ധുക്കളോടുള്ള അച്ഛനോടൊക്കെ ഉള്ള തീർത്താതീരാത്ത പകയാണ് ഇത്തരമൊരു ഇതിലെ കൊലപാതകത്തിലേക്ക് നീങ്ങിയെന്ന് തെളിയിക്കാൻ നമുക്ക് സാധിച്ചു. ഒന്ന് ഡോക്ടറുടെ മൊഴി, പിന്നെ ചാറ്റ് ഹിസ്റ്ററി, അതൊക്കെ തീർച്ചയായിട്ടും. ആ ഡോക്ടർ വെദർ ഹീസ് ഫിറ്റ് ടു ഫേസ് ട്രയൽ എന്നുള്ളൊരു ഇഷ്യൂ വന്ന സമയത്ത് ആ മെഡിക്കൽ ബോർഡിന് വിട്ടിരുന്നു. ആ മെഡിക്കൽ ബോർഡിന് പോയ സമയത്തും ആ ഡോക്ടേഴ്സിൻ്റെ ആ ഒരു അനലൈസ് ചെയ്തതിനകത്തൊന്നും കൃത്യമായിട്ട് മനസ്സിലാകുന്നത് അച്ഛനോടും വീട്ടുകാരുള്ളൊരു പകയും, പിന്നെ പുള്ളിക്ക് ഇഷ്ടമില്ലാത്ത പുള്ളിയെ മെഡിസിനും പഠിക്കാനായിട്ട് വിടുന്നു, 2 പോകുന്നു, അവിടെ ഫെയിലാകുന്നു. അതിനുശേഷം തിരിച്ച് നാട്ടിൽ വരുന്നു. അറ്റ് ദ സെയിം ടൈം അമ്മ ബ്രൂണോയിൽ ഡോക്ടറായിട്ട് സെലക്ഷൻ കിട്ടി, അവർ പോകുന്നു. ചേച്ചി MBBS കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ഒറ്റപ്പെട്ട ഫീല് അങ്ങനെയുള്ളതായിരിക്കാം തീർച്ചയായിട്ടും. പിന്നെ ഈ ചാറ്റിക്കൂടിയാണ് ചോദിക്കുന്നത് ഭക്ഷണം കഴിച്ചിട്ട് ദൈനംദിന കാര്യങ്ങൾ. അതെ, ദൈനംദിന കാര്യങ്ങൾ പോലും ഇവരുടെ ആ ഇലക്ട്രോണിക് എവിഡൻസ് നോക്കിയാൽ ദൈനംദിന കാര്യങ്ങൾ പോലും പരസ്പരം സംസാരിക്കുന്നത് ചാറ്റിലൂടെയാണ്. വാട്സാപ്പിലൂടെ കഴിച്ചോ, ഇറങ്ങിയോ, നിന്നോ, അവിടെ പോയോ എന്നുള്ള കാര്യങ്ങൾ. അപ്പം ആ ഒരു ഫാമിലിയിലുണ്ട കെട്ടുറപ്പില്ലായ്മ അതിനകത്ത് തീർച്ചയായിട്ടും അതും കാണുന്നുണ്ട്. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കാൻ തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് കരിച്ചു ആ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിരിക്കുന്ന രീതി, ഈ 4 പേരുടെ ഈ കൊലപാതകം നോക്കുമ്പോൾ തീർച്ചയായിട്ടും ആ മോഡസ് ഓപ്പറാൻഡി തീർച്ചയായിട്ടും റയറസ്റ്റ് ഓഫ് റയറിൽ വരേണ്ടതാണ്. വളരെ മെറ്റിക്കുലസ് ആയിട്ട് ഞങ്ങൾക്ക് അതിൽ അന്വേഷണം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. ബൈജു സാറാണ് അതിനകത്ത് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തത്. അതിൻ്റെ ഇലക്ട്രോണിക് എവിഡൻസ്, ഓൺലൈൻ വഴിയുള്ള പിന്നെ ട്രാൻസാക്ഷൻസ്, പിന്നെ എവിഡൻസ് നശിപ്പിക്കാൻ പ്രതി നടത്തിയ ശ്രമങ്ങൾ മുതലായ എല്ലാ കാര്യങ്ങളും ഒരു
വളരെ സ്ക്രൂപ്പുലസ് ആയിട്ട് അത് അന്വേഷണ സംഘത്തിന് അത് ചെയ്യാനായിട്ട് കഴിഞ്ഞു. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കൺവിക്ഷൻ ഉണ്ടായത്. അത് കേരള പോലീസിന് നമ്മുടെ ഒരു ടീം വർക്കിന്, ഒരു ടീം സ്പിരിറ്റിന് നന്നായിട്ട് അന്വേഷണം ചെയ്യാനായിട്ട് കഴിഞ്ഞു. ഒരു അപകടകരമായ നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രതിയെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് അത് കൺവിക്ഷൻ ഉറപ്പുവരുത്താനായിട്ട് പോലീസിന് കഴിഞ്ഞു. അതിൽ അഭിമാനമുണ്ട്. ഞാൻ പറയണം. കേസായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സാധ്യത ഈ ദൃക്സാക്ഷികളില്ല. എത്രമാത്രം വെല്ലുവിളിയായിരുന്നു? ഒരു കുടുംബത്തിലെ ഇത്രയും പേര് മരണപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ ഇതിൽ ആരായിരിക്കാൻ സാധ്യത എന്നുള്ളത് ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് തോന്നുന്നത് എല്ലാവരും മരണപ്പെട്ടു പോയിട്ടുണ്ടോ എന്നുള്ള ഒരു അവസ്ഥയാണ്. എന്താണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ഇനിഷ്യൽ സ്റ്റേജിലുണ്ടായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അയൽക്കാരനായിട്ടുള്ള ആളിൻ്റെ ഒരു മൊഴിയിൽ വന്നിട്ടുള്ള സസ്പീഷ്യസ് ആയിട്ടുള്ള സർക്കംസ്റ്റാൻസ് വന്നത്. ആ സർക്കംസ്റ്റാൻസ് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഈ പ്രതിയിലേക്ക് നമുക്ക് എത്താനായിട്ട് കഴിഞ്ഞത്. പിന്നെ അയാളുടെ മൂവ്മെൻറ്റുകൾ, അയാൾ സാധനം വാങ്ങിയ, തെളിവ് നശിപ്പിക്കുന്നതിന് സാധനം വാങ്ങിയ സ്ഥലങ്ങൾ, അങ്ങനെയാണ് നമുക്ക് അതിനകത്തേക്ക് എത്താനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ ഒരു വീട്ടിൽ മൊത്തം പേര് ഒരു വലിയൊരു അപകടം നടന്നു, ഒരു തീവയ്പ് നടന്നപ്പോൾ മൊത്തം പേര് മരണപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് അതിനകത്തുണ്ടായിരുന്ന ഒരാൾ ഇതിനകത്തേക്ക് ഇൻവോൾവ് ആയി എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു സ്കില്ല് പോയി എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു യാഥാർത്ഥ്യം. ഈ പ്രതി പറയുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ, നമുക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ രീതിയിൽ ഇയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ ആദ്യം എങ്ങനെയാണ് നിങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തോന്നിയത്? അത് പ്രതി ആദ്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലും മാനസിക രോഗം അഭിനയിക്കുന്നു എന്നുള്ള തരത്തിലും ഒക്കെ ഒരു ടിസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചതാണ്. അപ്പോൾ അത് കാരണം അത്തരത്തിലുണ്ടെങ്കിൽ തന്നെ അയാൾ രക്ഷപ്പെടാനുള്ള ശ്രമവും തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമങ്ങളും ഒന്നും തന്നെ അയാൾ അഭിനയിക്കുന്ന തരത്തിലുള്ള മാനസിക രോഗം അഭിനയിക്കുന്ന തരത്തിലുള്ള ഒരു സംഗതിയിലേക്ക് എത്തുന്ന ഒരു സാധനം. അപ്പം വളരെ കോൺഷ്യസ് ആയിട്ടും കെയർഫുള്ളായിട്ടും വളരെ റീസണബിളുമായിട്ടാണ് സബ്സീക്വൻ്റ് ഇൻസിഡൻസ് എല്ലാം ചെയ്തതെന്നുള്ളത് തന്നെ അയാളുടെ മാനസികാവസ്ഥയ്ക്കൊന്നും തന്നെ യാതൊരു തകരാറുമില്ല എന്നുള്ളതല്ലേ സൂചിപ്പിക്കുന്നത്. അത് അത്തരത്തിൽ തന്നെയാണ്. ഈ ഒരു മാനസിക വിദഗ്ധരേക്ക് നമ്മൾ ഓൺറേക്ക് സഹായം തേടിയില്ല, അദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹവും ഇത്തരത്തിൽ സബ്സീക്വൻ്റ് ആയിട്ടുള്ള പ്രതിയുടെ പ്രീവിയസ് കോൺടാക്റ്റും സബ്സീക്വൻ്റ് ആയിട്ട് വരുന്ന കോൺടാക്റ്റും ഒന്നും തന്നെ അത്തരത്തിലൊരു മാനസികാവസ്ഥ, ഒരു മാനസിക രോഗി എന്നുള്ള നിലയിൽ അതിനെ ഒന്ന് ചിത്രീകരിക്കാനായിട്ട് കഴിയും. ബിക്കോസ് കോൺഷ്യസ് ആയിട്ട് തന്നെ താൻ ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം തന്നെ അയാൾക്ക് വ്യക്തമായ ധാരണകളുണ്ട്. ആ വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് ചെയ്തതെന്നുള്ളത് തന്നെയാണ് നിഗമനത്തിലെത്തിയത്. ഈ കുറ്റക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളിയുടെ പ്രതികരണം അങ്ങനെ എന്തെങ്കിലും അവിടെ? അതൊന്നും പ്രത്യേകിച്ച് പ്രതികരണങ്ങളൊന്നും അങ്ങനെ കണ്ടില്ല. അതായത് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നൊരു ആവശ്യത്തിലേക്ക് തന്നെയാണ് പ്രോസിക്യൂഷൻ നീങ്ങാനുള്ള സാധ്യത? അതെ, അത്തരത്തിൽ തന്നെയാണ്. വളരെയധികം നന്ദി. താങ്ക് യു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.